ഞാൻ കാണാൻ കാത്തിരിക്കായിരുന്നു. പ്രകാശേട്ടാ, ഒഴിഞ്ഞു മാറരുത്. എനിക്കും മോനും കുറച്ച് പുതിയ ഡ്രസ്സുകൾ എടുത്തേ മതിയാവൂ. അപ്പൊ നീ എന്നെ മുടിക്കാൻ തന്നെയാണല്ലേ പുറപ്പാട്? ഡ്രസ് എടുക്കണമെങ്കിലേ പണം വേണം. എന്റെ പക്കലെ ദമ്പടിയൊന്നുമില്ല. ശ്രീധനൊന്നും തന്നിട്ടല്ലോ നിന്നിങ്ങോട്ട് കെട്ടിയിടിപ്പിച്ചത്. പിന്നെ എവിടെ നിന്നെടുത്ത് തരാനാ? തൽക്കാലേ ഉള്ള ഡ്രസ് അങ്ങനെ ഇട്ടാ മതി. പഴയ ഡ്രസ് ഇട്ടോണ്ട് വിവാഹത്തിൽ പങ്കെടുക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാനും മോനും ഇതിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കും. നോക്കിക്കോ. വളരെ ഉപകാരം. ഒരാളുടെ കുറവുണ്ടായാലേ അത്രയും ലാഭം കിട്ടും. ഡ്രസ്സൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടാ. നീ ഇപ്പൊ ചായ എടുക്കടി. പിന്നെ ഒരു എക്സ്ട്രാ പരിപ്പോടെ കൂടി എടുത്തോ. ഇവിടെ ആരും അറിയണ്ട. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആരായിരിക്കും? കേബിളുകാര് പൈസ വയ്ക്കാൻ വിളിക്കുന്നതായിരിക്കും. കോൾ അറ്റൻഡ് ചെയ്യണ്ട. വേണ്ട വേണ്ട. 2 പ്രാവശ്യം പിരിവിന് വന്നപ്പോഴേ ഇവിടെ ആരുമില്ലെന്ന് പറയണ കേട്ടു. അതൊന്നും ശരിയല്ലല്ലോ. എന്തായാലും ഫോൺ എടുക്കാം. വേണ്ട 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 വേണ്ട. ഹലോ ഹലോ സുചിത്രേച്ചി, ഞാൻ വിക്രമാണ്. വിക്രമ? വർഷയുടെ? എന്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി? അതൊക്കെ കിട്ടി. വർഷയ്ക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ഏതാണ്? അതറിയാനാ വിളിച്ചത്. കൊള്ളാലോ. എന്തിനിപ്പ ഇങ്ങനൊരു അന്വേഷണം? ചേച്ചി, ഞങ്ങൾ ഔട്ടിങ്ങിലാണല്ലോ. വർഷയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഐസ്ക്രീമാ. അതും സ്ട്രോബെറി. ഓക്കെ. ശരി, ഓക്കെ, താങ്ക് യു കേട്ടോ. വിക്രം സാർ എന്താ ചോദിച്ചേ? വർഷയ്ക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ഏതാന്ന്. ഓ, അതും വേണ്ടത്ര പരിചയമൊന്നുമില്ലാത്ത എന്നോട് വിളിച്ച് ചോദിച്ചിരിക്കുന്നു. പുരുഷന്മാരായ ഇങ്ങനെ വേണം. കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരക്കുന്നു. ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നു. ഇവിടെ ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് ഒരു തുണി വാങ്ങിക്കൊടുക്കാനുള്ള മനസ്സ് പോലുമില്ല. കൊള്ളാം. എടി, ഈ ഇഷ്ടം ചോദിക്കലും കൊടുക്കലുമൊക്കെ വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ വരെ നീണ്ടുപോകുമെന്ന് വെക്കാം. അത് കഴിഞ്ഞാൽ ഒരു പഴംപൊരി പോലും തിന്നാൻ വാങ്ങിക്കൊടുത്തൊന്നും വരില്ല. മതി. എനിക്ക് പുതിയ തുണിയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇങ്ങനെ തീയും പുകയും കൊണ്ട് ഇവിടെ അടിമയായിട്ട് കഴിഞ്ഞോളാം. ഇവിടെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അതും ഈ ആൾത്തിരക്കുള്ള സന്ധ്യാസമയത്ത്. ഇന്നത്തെ സാധനം നമുക്ക് പ്രണയിക്കാൻ വേണ്ടി മാത്രം. എനിക്ക് സാർ, എന്താണ് വേണ്ടത്? 2 സ്ട്രോബെറി ഐസ്ക്രീം. ഓക്കെ സാർ. എനിക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഇഷ്ടമാണെന്ന് എങ്ങനെ മനസ്സിലായി? എനിക്ക് നിന്റെ മനസ്സ് വായിച്ചെടുക്കാനുള്ള കഴിവുണ്ട് വർഷേ. അതൊരു മനഃശാസ്ത്രം. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മനസ്സിലിഷ്ടം മനസ്സിലാക്കാൻ കഴിയും. അതൊരു ടെലിപ്പതിയാ. കഴിക്കാം.
ഇന്നത്തെ ഐസ്ക്രീമിന് ഒരു വല്ലാത്ത ടേസ്റ്റ്. ഇഷ്ടത്തോടെ കഴിക്കുന്നതുകൊണ്ടാണോ അതോ ഇഷ്ടമുള്ള ആളോടൊപ്പം കഴിക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല. ഒരു ഐസ്ക്രീം കൂടി പറയട്ടെ? വേണ്ട. ബില്ലെടുത്തോളൂ. ശരി സാർ. കഴിക്കാം. സാർ. താങ്ക്സ്. എന്തു പറ്റി? അത് പേഴ്സ് കാണുന്നില്ല. സാരമില്ല, അതിന് മാർഗം ഉണ്ടാക്കാം. റൊമാൻസ് മൂത്തപ്പോ പേഴ്സ് നഷ്ടപ്പെട്ടോന്നും അറിഞ്ഞില്ലല്ലേ? ഇനി മൊബൈലിലൂടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയാൽ മതി. ഞാൻ അങ്ങനെയുള്ള ക്യാഷ് ഡീലിങ്സ് ഒന്നും നടത്താറില്ല. അതൊക്കെ റിസ്കാ. ഇനി കാറിൽ വല്ലതും പേഴ്സ് കാണോ? അതിന് ചാൻസ് ഇല്ല. ഇവിടെ വരുന്നതുവരെ എന്റെ പോക്കറ്റിൽ പേഴ്സ് ഉണ്ടായിരുന്നതാ. അല്ല, ഇനി എന്ത് ചെയ്യും? അതിനൊക്കെ വഴിയുണ്ട്. എന്റെ പേഴ്സ് മറന്നു. പകരം ഇതിരിക്കട്ടെ. സാധാരണ വാച്ചല്ല, 1.5 ലക്ഷം വില വരും. സാർ അത് പിടിക്കുക. പണം ഞാൻ കൊടുക്കാം. ഈ ചെറിയ തുകയ്ക്ക് ഇത്രയും വിലയുള്ള വാച്ച് അതെന്തായാലും വേണ്ട. നിന്റെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടി ഇതല്ല, ഇതിലും വലിയ നഷ്ടങ്ങൾ ഞാൻ സഹിക്കും. എനിക്ക് ഈ വിലപ്പെട്ട വാച്ചിനേക്കാൾ എത്രയോ വിലപ്പെട്ടതാണെന്നോ നിന്റെ ഒരു പുഞ്ചിരി. പിടിക്കാം. സാർ, എന്റെ മൊബൈൽ നമ്പർ ഞാൻ സാറിന് തരാം. സാർ ക്യാഷ് ആരുടെങ്കിലും കൈ കൊടുത്തു വിട്ടാൽ മതി. ഞാൻ വാച്ച് തിരിച്ചു തരാം. ശരി. ഓക്കെ സാർ. അയ്യോ, വർഷയ്ക്കൊരു കാര്യം അറിയോ? കുട്ടിക്കാലത്ത് ഇടിയും മിന്നലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇന്നിപ്പോ ആ ഇടിമിന്നലിനെ എനിക്ക് പ്രണയിക്കാൻ തോന്നുന്നു. ശരിക്കുള്ള മഴ വരുന്നതേ ഉള്ളൂ. വർഷയെ തിരികെ കൊണ്ടുവിടാന്ന് പറഞ്ഞ സമയമാവാൻ പോകുന്നു. വർഷയുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്കെനിക്ക് പാലിക്കണം. വരൂ. നമുക്ക് പോവാം. അച്ഛനും അമ്മയും നല്ല ടെൻഷനിലാന്ന് തോന്നുന്നു. കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. പുതിയ കാലമാ, പരിഷ്കാരികളാ എന്നൊക്കെ എന്ത് ന്യായം പറഞ്ഞാലും വേണ്ടാന്ന് പറയുന്നിടത്ത് വേണ്ടാന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ അതുപോലെ ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും. അതെങ്ങനെയാ? തിരുത്തി കൊടുക്കേണ്ട മുത്തശ്ശിക്ക് വരെ ഇപ്പം ന്യൂജൻ ചിന്താഗതികളല്ലേ. എന്തായാലും ഇതൊന്നും അത്ര നല്ലതല്ല. മതിയടാ, നിർത്ത്. രണ്ടെണ്ണം കൂടെ സ്വന്തം കൂടപ്പറപ്പിന്റെ കുറ്റം പറച്ചില് നിർത്ത്. അവളെ മാധവന്റെ മോള.
ചന്ദ്രിക ചൊല്ലി വിളിക്ക് വളർത്തിയതാ. അവള് ഏതോ ഒരു പയ്യന്റെ കൂടെ കറങ്ങാൻ പോയതൊന്നുമല്ല. അവളെ താലി കെട്ടാൻ പോകുന്ന പയ്യന്റെ കൂടെയാ പോയിരിക്കുന്നത്. താലി കെട്ടിയൊന്നുമില്ലല്ലോ. താലി കെട്ടാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പയ്യൻ വണ്ടിയിടിച്ച് ചത്തോന്നും ആരും മറന്നു കാണില്ല. പ്രകാശ, ഇതങ്ങനെ സംഭവിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഈ കറങ്ങലൊക്കെ പിന്നീട് ബാധ്യതയാവുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഏട്ടൻ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. ഓ മാധവേട്ട, ആ വിക്രം വർഷ ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞ സമയമായല്ലോ ചന്ദ്രു. ഇനിയും കാണുന്നില്ലല്ലോ. 7 മണിക്ക് മുമ്പ് എത്തിക്കാന്നാ പറഞ്ഞത്. ഇപ്പൊ 7 മണി ആവുന്നതല്ലേ ഉള്ളൂ. ഓ ദേ അവരെത്തി. അമ്മേ, അമ്മേ, സന്തോഷായ മോളെ? അച്ഛാ, പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായി വർഷയെ തിരികെ എത്തിച്ചിട്ടുണ്ട്. കൃത്യനിഷ്ഠയാണ് എനിക്ക് പ്രധാനം. പിന്നെ അച്ഛനോടൊരു സോറി പറയേണ്ട ബാധ്യതയുണ്ട്. അതെന്തിനാ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അച്ഛനോട് അനുവാദം ചോദിക്കാതെ വർഷം ഞാൻ പുറത്തു കൊണ്ടുപോയി. അതിന്റെ പേരിൽ അച്ഛന് വിഷമൊന്നുമില്ലല്ലോ? വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. ചന്ദ്രയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് അവളെയും കൂട്ടിക്കൊണ്ടുപോയി ഇതുപോലൊരു പിറന്നാൾ ആഘോഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം. അച്ഛൻ വിഷമിക്കണ്ട. താലി കെട്ടുന്നതിന് മുമ്പ് ആഘോഷിക്കാൻ കഴിയാത്ത പിറന്നാളുടെ പ്രശ്നമല്ലേ? ആ, അത് താലി കെട്ടി 5 മക്കളും ആയ ശേഷം ആഘോഷിക്കാലോ. അച്ഛന്റെ അമ്മയുടെയും ആദ്യം വരുന്ന പിറന്നാൾ ദിവസം എന്നെ അറിയിച്ചാൽ മതി. അത് നമുക്ക് ഗംഭീരായിട്ട് ആഘോഷിക്കാം. അതങ്ങ് ആകാശമുകളിൽ ഫ്ലൈറ്റിൽ വെച്ചോ അല്ലെങ്കിൽ സമുദ്രത്തിന് നടുവിൽ കപ്പലിൽ വെച്ചോ ആഘോഷിക്കാം. എവിടെ വെച്ച് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എവിടെ വെച്ച് വേണമെന്നില്ലേ? എന്റെ അമ്മയ്ക്ക് ഈ വീട്ടിൽ വെച്ച് തന്നെ ആഘോഷിക്കാനാ ഇഷ്ടം. പൊടി. ഓ, ഇപ്പൊ ഇനി വയസ്സാം കാലത്ത് കപ്പലിലും വിമാനത്തിലുള്ള ആഘോഷമൊന്നും വേണ്ട. വിക്രം നടത്തിയത്ര ആർഭാടമായിട്ടൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിൽ ഒരു പിറന്നാൾ ആഘോഷം ഇവിടെയുമുണ്ട്. ആ ചടങ്ങില് വിക്രവും പങ്കെടുക്കണം. അതിനെന്താ, ഞാൻ അതിൽ പങ്കെടുത്തിട്ടേ പോകുന്നുള്ളൂ. മതി, വരൂ.
വിക്രം കൂടി പങ്കെടുത്തതുകൊണ്ടാവാം ലളിതമായൊരു ചടങ്ങാണെങ്കിലും വർഷയുടെ പിറന്നാൾ ആഘോഷം ഇത്ര മനോഹരമായത്. അത് പിന്നെ നിറഞ്ഞ മനസ്സുള്ള ഒരാള് മതി എല്ലാം നിറവിലെത്തിക്കാൻ. എന്റെ ജീവിതത്തിലെ ഒരു നല്ല പിറന്നാളായിരുന്നു ഇന്ന്. ഇത്രയും സ്നേഹമുള്ളവരോടൊപ്പം ഒരു പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുക. അനാഥനായ എനിക്ക് ഈ കുടുംബത്തിലൊരു അംഗമാകാൻ കഴിഞ്ഞല്ലോ. എന്നാ ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങുന്നു. അല്ല, അത്താഴം കഴിച്ചിട്ട്? സോറി അച്ഛാ, തിരക്കുണ്ട്. ഭക്ഷണം കഴിക്കലൊക്കെ ഇനി ഒരിക്കലാവും. ഓക്കെ, ആ ശരി. ശരി. വിനോട്ടാ, ബൈ. വന്ദനജി, വിക്രമും വർഷയെ എന്താ സംസാരിക്കുന്നതെന്ന് നമുക്ക് പതുങ്ങി നിന്ന് കേൾക്കാം. വാ. ഓടെ അവിടുന്ന്. ഇതൊക്കെ ഒരു രസമല്ലേ അച്ഛമ്മേ? വന്ദനജി വന്നേ, വാന്ന്. ഒന്ന് പോടി. അങ്ങനെ ഒളിഞ്ഞു നോക്കാനൊന്നും എനിക്കിടില്ല. പോ. സുചിത്രേച്ചി, വാ, നമുക്ക് പോയി നോക്കാം. വാ വാ. ഈ പിള്ളേരുടെ ഒരു കാര്യം. ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട പ്രണയമുഹൂർത്തങ്ങൾ എനിക്ക് സമ്മാനിച്ചവളാണ് വർഷ. ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാ കാര്യങ്ങളിലും എനിക്ക് പിൻബലമായ ഒരു പെണ്ണൊപ്പമുണ്ട് എന്ന് തിരിച്ചറിവുണ്ടായ സുദിനമായെന്ന്. ഇങ്ങനൊരു ദിനം സമ്മാനിച്ചതിന് നന്ദിയുണ്ട് വർഷ. നന്ദി പറയേണ്ടത് ഞാനാ. ജീവിതത്തിൽ ആദ്യമായി പരിശുദ്ധ പ്രണയത്തിന്റെ മധുരം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് വർഷയുടെ ഫോൺ നമ്പറും തരുമോ? വർഷയെ മിസ് ചെയ്യുന്നെന്ന് തോന്നുമ്പോ ഫോണിൽ വിളിച്ച് സംസാരിക്കാലോ. ഇതാണ് എന്റെ നമ്പർ. ഏത് സമയത്തും വർഷക്കെന്റെ കോള് പ്രതീക്ഷിക്കാം. ശരി എന്നാ. ബൈ. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ ആര് ശകുന്തളയോ? സ്വയം മറന്ന് പ്രണയപരവശയായിട്ട് നിൽക്കുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് പെണ്ണിന് വിക്രമനോട് കട്ട പ്രണയമായി. പോ ചേച്ചി അവിടുന്ന്. എടി പാറേ, എന്തൊക്കെയാ ഇവിടെ നടന്ന്? അയ്യേ, ഈ ചേച്ചി എന്താ ഇങ്ങനെ? അതൊക്കെ മോശമല്ലേ ഹരിതേ? എന്തൊക്കെയാടി നടന്നത് എന്നോട് പറ. അയ്യേ, എടി പാറേ, ഒന്ന് കേൾക്കോളാം. പാവം വർഷ, ഇന്ന് ഹരിത അവളെ കൊല്ലും. ചേച്ചി, ചേച്ചി, എന്തുപറ്റി? എന്താ വർഷേ? അത് വന്ദനേച്ചി, അവരെന്നെ. അവരോ? ആര്? ആ ശത്രുക്കള്.
ശത്രുക്കളോ? നോക്ക് ചേച്ചി, ദേ അവരെത്തി. എന്നെ രക്ഷിക്ക് ചേച്ചി പ്ലീസ്. ആര്? ആ എടി അമ്പടി. എടി, 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 നീ അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇന്നത്തെ നിന്റെ റൊമാൻറ്റിക് കഥ എനിക്ക് കേൾക്കാം. അയ്യേ, ഇങ്ങനെയുണ്ടോ ഒരു ഏട്ടത്തി? ദേ, എന്നോട് കളിച്ചാലേ ഞാൻ നാത്തുമ്പോരെടുക്കും പറഞ്ഞേക്കാം. അയ്യടി. എടി മോളെ, മനോജിന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. ആള് ഭയങ്കര റൊമാൻറ്റിക്കാ. പക്ഷെ ഔട്ടിങ്ങിന് പോകുന്ന സ്വഭാവം ഒന്നുമില്ല അവന്. ഞങ്ങളൊട്ട് ഹണിമൂണിന് എവിടെയും പോയിട്ടുമില്ല. കല്യാണ നിശ്ചയം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നിന്നെ ഔട്ടിങ്ങിന് കൊണ്ടുപോയ ആളല്ലേ വിക്രം. അതുകൊണ്ട് ആ കഥ കേൾക്കാൻ ഒരു കൊതി. നീ പറഞ്ഞ കേക്കട്ടെ. ഒന്ന് ചുമ്മാ ഇരിക്കേട്ടത്തി. എടി നീ പറയ്, വന്ദനേച്ചിക്കും കേക്കാലോ. പറയ്, നിന്നെ പറയാതെ ഞാൻ വിടില്ല. അയ്യേ, എനിക്കത് പറയാൻ നാണാവുന്നു. ഇടി കള്ളി, പറയാൻ നാണുള്ള കാര്യങ്ങൾ അപ്പൊ അവിടെ നടന്നതല്ലേ? അയ്യോ, അങ്ങനൊന്നുമല്ല. ഒന്ന് ചുമ്മാതിരിക്ക എന്ന് പറഞ്ഞേ. എടാ പറയ എന്റെ വർഷക്കുട്ടാ. വർഷക്കുട്ടനോ? ആന്നേ, നിന്റെ ചക്കരല്ലേ നീ. എന്തെങ്കിലും ഒന്ന് പറ വർഷേ. പാവം നാത്തൂന്റെ ആഗ്രഹമല്ലേ? ആന്നേ, എങ്കിൽ ഞാൻ പറയാം. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യും. അപ്പൊ എഡിറ്റ് ചെയ്യണമെങ്കിൽ മറ്റെന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട് അല്ലേ?